എൻ്റെ ബമ്പർ കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നാളെ എന്തായാലും 7 മണിക്ക് 7 മണി 8 മണിയാകുമ്പോൾ തന്നെ ഗ്രൗണ്ടിലോട്ട് പോകണം. അത് വെച്ച് തന്നെ നമുക്ക് പാസ്സാക്കാൻ പറ്റുമോ നോക്കാം. നമുക്ക് ഇനി ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ടേപ്പ് ഒട്ടിക്കുന്ന പരിപാടി. പെയിന്റ് അടിക്കുമ്പോൾ ഈ മഞ്ഞയിലോട്ട് കയറി വരാതിരിക്കാൻ ടേപ്പ് ഒട്ടിക്കാൻ വേണ്ടി ഇവിടെ പിടിക്കുക, ഈ ടോപ്പിൽ പിടിക്കുക, ഇങ്ങനെയാണ് പൊക്കുന്നത്. 3 വണ്ടിയിൽ ഇപ്പോൾ ഈ വണ്ടിയും മാക്സിമം ഒപ്റ്റിമ മോഡലും ആ കിടക്കുന്ന സഹാറാക്കും ടെസ്റ്റ് ആയിരിക്കണം, ബ്രേക്ക് ആയിരിക്കുവാണ്. ബ്രേക്കിൻ്റെ വർക്കിന് വേണ്ടി ഇപ്പോൾ വാട്ടർ സർവീസ് ചെയ്തിട്ട് കൊണ്ടുവന്ന് നമ്മുടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ടിരിക്കുവാണ്. ഇതിന് കുറച്ച് പാച്ച് വർക്കുണ്ട്. ഇതിന് ജസ്റ്റ് ടെക്കം പോളിഷേ ഉള്ളൂ. ജസ്റ്റ് ഇതിൻ്റെ വീഡിയോ ഒന്ന് ഓടിച്ചത് നിങ്ങളൊന്ന് കാണിച്ചു തരാം, ടെസ്റ്റ് നടത്തുന്നതിൻ്റെ കാര്യങ്ങൾ. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക്, നിങ്ങളുടെ ഓരോ സ്ഥലത്ത് ഓരോ പേരാണല്ലോ. വണ്ടിയിൽ സ്റ്റീൽ ബമ്പർ ആയിരിക്കുന്നത്. ഈ സ്റ്റീൽ ബമ്പർ വെച്ച് ടെസ്റ്റ് പാസ്സാകത്തില്ല. അപ്പം നിലവിൽ ഇതിൻ്റെ ബമ്പർ വീട്ടിലുണ്ട്, അപ്പോൾ അതെടുത്ത് വെക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ വണ്ടീൻ്റെ ബമ്പർ എടുത്ത് കൊടുക്കാമെന്ന് വെച്ചാൽ ടച്ച് ആൻഡ് പോളിഷ് ചെയ്യില്ല. അപ്പം ഈ ബമ്പർ വെച്ച് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ബമ്പർ അഴിച്ച് ഇവിടെ കൊടുത്തേക്കാം വർക്ക്ഷോപ്പുകാർക്ക്. അവർ പെയിൻ്റ് അടിച്ച് സെറ്റാക്കി വെക്കട്ടെ ഇതിൻ്റെ രീതിയിൽ. അപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ ടച്ച് ആൻഡ് പോളിഷിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നേരെ വീട്ടിൽ വന്നിട്ടുണ്ട്. നാളെ ടെസ്റ്റ് ചെയ്യുന്നത്. അതിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഹോണൊരെണ്ണം എക്സ്ട്രാ ഉള്ള 2 ഹോണുണ്ട്, ഒരെണ്ണം അഴിച്ചു മാറണം. ഈ ചെറുതാണെങ്കിൽ ഒരെണ്ണം അഴിക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞായറാഴ്ചയാണ്, തിങ്കളാഴ്ചയാണ് എനിക്ക് വണ്ടിക്ക് ടെസ്റ്റ്. ഈ പുറകിലൊരു ചെറുതാങ്ങിയില്ല, അപ്പോൾ ആ പുറകിൽ ആ ഫ്രണ്ടിൽ നിന്ന് ഒരു ചെറുതാങ്ങി എടുത്ത് പുറകിലോട്ട് ഇടാം. ചെറുതാങ്ങി വലിയ വിഷയമുള്ള കാര്യമില്ല ടെസ്റ്റിൽ, എന്നാലും അത് ചെയ്തേക്കാന്ന് വിചാരിച്ചു. പിന്നെ എന്ന് പറഞ്ഞാൽ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണ്, ബ്ലാക്ക് പെയിൻ്റ് ആണ്. നമ്മുടെ വണ്ടീൻ്റെ അടിഭാഗം പെയിൻ്റ് അടിക്കാനുണ്ട്. നമ്മളിവിടെ ടെസ്റ്റിന് 2 സാർമാരാണ് നോക്കുന്നത്, വണ്ടി മൊത്തത്തിൽ നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം നോക്കുന്ന വണ്ടീൻ്റെ അടിഭാഗം നോക്കും പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ടച്ച് ആൻഡ് പോളിഷ് ചെയ്യുന്നത്, വണ്ടിക്ക് വേറെ പാച്ച് വർക്ക് അങ്ങനെ പെയിന്റിങ് അങ്ങനെ ഇല്ല, ജസ്റ്റ് ടച്ച് ആൻഡ് പോളിഷ് മാത്രം നമ്മൾ ചെയ്തോളൂ. വണ്ടി നല്ല പിടിക്കുന്ന വണ്ടിയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ താഴ്ഭാഗം കൂടെ നമുക്ക് ബ്ലാക്ക് പെയിന്റ് അടിക്കാം. ഈ പേപ്പർ മേടിച്ചിരിക്കുന്നത് നമുക്ക് ഇവിടെ ഈ മഞ്ഞേൻ്റെ ഇവിടെ കവർ ചെയ്തിട്ട് മഞ്ഞയിലോട്ട് ബ്ലാക്ക് വരാതിരിക്കാനാണ് പേപ്പർ മേടിച്ചിരിക്കുന്നത്. പേപ്പർ ഒട്ടിക്കണം. അതിൻ്റെ വിശേഷവും നാളത്തെ വിശേഷവും ഒക്കെ ആയിട്ട് തുടർന്ന് നമുക്ക് ഇത് കാണിക്കും. ഒരു മൊത്തത്തിൽ ഒറ്റ വീഡിയോ ആയിട്ട് നമുക്ക് കാണിക്കാനാണ്. നമ്മൾ ടെസ്റ്റ് വരെയുള്ള വീഡിയോ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട് കേട്ടോ. വണ്ടിയിൽ അടിയിൽ പെയിന്റ് അടിക്കണമെങ്കിൽ ഞാൻ വണ്ടി സാധാരണ സൈഡ് വെച്ചല്ലേ, കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് സൈഡ് പൊക്കുന്നതിന്. അപ്പോൾ ഫ്രണ്ട് പൊക്കുന്നത് എങ്ങനെയാണെന്ന് പല ആൾക്കാർക്കും അത് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് വീല് പഞ്ചറാക്കാൻ എങ്ങനെയാണ്, ഞാൻ ഫ്രണ്ട് പൊക്കി കാണിച്ചു തരാം. ഇവിടെ പിടിക്കുക, ഈ ടോപ്പിൽ പിടിക്കുക, എങ്ങനെയാണ് പൊക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി പൊക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം ഒരുപാട് പൊക്കിയില്ല, എന്നാലും അത്യാവശ്യം പൊക്കി വെച്ചിട്ടുണ്ട്. ഇത് പെയിന്റ് അടിക്കാനുള്ള സൗകര്യത്തിലാണ് പൊക്കി. പിന്നെ ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്, അത് അടി നന്നായിട്ട് വെട്ടത്തിൽ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞു, ഇതും കൂടെ നമുക്ക് അടിച്ചു പോകണം. ടെസ്റ്റിന് ഇതും കൊണ്ട് പോയി കഴിഞ്ഞാൽ കലിപ്പാവും. മെയിനായിട്ട് ഇത് അടിക്കണം. ഈ ചെറുതാങ്ങി എടുത്ത് പുറയിലിടണം, പുറയിൽ ചെറുതാങ്ങി ഇല്ലാത്തണം. പിന്നെ സ്റ്റീലിൻ്റെ ബമ്പറാണ് ഇരിക്കുന്നത്. സാറുമാർ പറയുവാണെങ്കിൽ നമുക്കത് അഴിച്ച് കൊടുത്തേ ഓപ്ഷനുള്ളൂ. അതിൽ വേറെ ബമ്പർ ഇരിക്കുന്നുണ്ട്, എൻ്റെ മറ്റേ വണ്ടീൻ്റെ മറ്റേ സഹാറാൻ്റെ ബമ്പർ കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നാളെ എന്തായാലും 7 മണിക്ക് 8 മണിയാകുമ്പോൾ തന്നെ ഗ്രൗണ്ടിലോട്ട് പോകണം. അത് വെച്ച് തന്നെ നമുക്ക് പാസ്സാക്കാൻ പറ്റുമോ നോക്കാം. നമുക്ക് ഇനി ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ടേപ്പ് ഒട്ടിക്കുന്ന പരിപാടി. പെയിന്റ് അടിക്കുമ്പോൾ ഈ മഞ്ഞയിലോട്ട് കയറി വരാതിരിക്കാൻ ടേപ്പ് ഒട്ടിക്കാൻ വേണ്ടി. വലിയ കുഴപ്പമില്ല, എന്നാലും നമുക്കൊന്ന് ഓടിച്ചൊന്ന് അടിച്ചേക്കാം. കിട്ടുന്നുണ്ടോ ഈ വീട് ഉണ്ടാ? കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? ഞാൻ വിചാരിച്ചതിനെക്കാട്ടി എളുപ്പം നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ബ്രഷിന് അടിക്കാനാണ് വിചാരിച്ചത്, പക്ഷെ ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം നാളെ പോകുമ്പം ഈ പെയിന്റ് അടിച്ച് പോകാത്ത പേപ്പറൊക്കെ നാളെ തന്നെ കളയാം. ഇപ്പോൾ വണ്ടി ഇങ്ങനെ തന്നെ നിൽക്കട്ടെ, പൊങ്ങി തന്നെ നിൽക്കട്ടെ.
നാളെ ഞാൻ പറഞ്ഞില്ലേ ടിക്കാൻ്റെ അവിടെ പോയി സ്റ്റെപ്പിനെ എടുക്കണം. ടെസ്റ്റിനപ്പോൾ നമ്മൾ പോവാണ്. ഇതിപ്പോൾ ഇന്നലെ അടിച്ച പെയിൻ്റാണ്. പെയിൻ്റ് അടിച്ചതിൻ്റെ പേപ്പറാണ്. ഇത് നമുക്ക് കളഞ്ഞേക്കാം. ഇവിടെ പോകുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ലിക്കാൻ്റെ അവിടെ പോയി സ്റ്റെപ്പിനെ എടുക്കണം. നമ്മൾ വീട്ടിൽ നിന്ന് എങ്ങനെ ഇറങ്ങുവാണ്. ടയർ മേടിച്ചിട്ട് വേണം നമ്മുടെ ഗ്രൗണ്ട് ടെസ്റ്റിലോട്ട് പോകാൻ വേണ്ടി. നമുക്ക് അങ്ങനെ സ്റ്റെപ്പിന് മേടിച്ചിട്ടുണ്ട്. സ്റ്റെപ്പിന് മേടിച്ച് ഇനി നമ്മൾ നേരെ ഗ്രൗണ്ടിലോട്ടാണ് പോകുന്നത്. ഗ്രൗണ്ട് ടെസ്റ്റിന് 3 ടൗൺ വണ്ടിയേ ഉള്ളൂ. ഈ മഞ്ഞ പെയിന്റ് അടിച്ചത് ടൗൺ വണ്ടിയാണ്. ബാക്കിയുള്ള എല്ലാം പഞ്ചായത്ത് വണ്ടിയാണ്. ഇടക്ക് മഞ്ഞ കാണുന്ന എൻ്റെ വണ്ടിയാണ്. 3 കറക്റ്റ് കാരണം ടൗൺ വണ്ടി, ബാക്കിയുള്ള എല്ലാം പഞ്ചായത്ത് വണ്ടിയാണ് ഇന്ന് ടെസ്റ്റിന് വന്നിരിക്കുന്നത്. അങ്ങനെ സാറുമാർ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ക്യൂയിൽ നിൽക്കുവാണ്. വണ്ടിക്ക് നമ്പർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ വണ്ടിക്കും. വണ്ടികൾ നോക്കി തുടങ്ങിയിട്ടുണ്ട് സാറുമാര്. അങ്ങോട്ടുള്ള വീഡിയോ ഞാൻ കാണിക്കുന്നില്ല. ചെറിയൊരു പരിമിതികളൊക്കെ ഉണ്ട് നമ്മൾ വണ്ടി ടെസ്റ്റ് നടത്തുന്ന എല്ലാ വീഡിയോസൊക്കെ കാണിക്കുന്നതാണ്. നമുക്ക് രണ്ടാവും അറിയില്ല, നോക്കാം. ആദ്യത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. വണ്ടി ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഇട്ട് പേപ്പറൊക്കെ ചേസ് നമ്പർ എഞ്ചിൻ നമ്പറൊക്കെ നോക്കിയിട്ടുണ്ട്. വണ്ടി ഇങ്ങോട്ട് മാറ്റിയിട്ടിരിക്കുകയാണ്. ഇപ്പം അടുത്ത സാറ് വരണം. അടുത്ത സാറ് വന്നിട്ട് വീണ്ടും നോക്കും. വണ്ടി ഒന്നുകൂടെ മൊത്തത്തിൽ നോക്കും. നമ്മുടെ ഓട്ടോക്കാരെല്ലാവരും ഇവിടെ ഇട്ടിരിക്കുക വണ്ടി നേരത്തിന്. പിന്നെ എൻ്റെ വണ്ടി മാത്രമേ കുട്ടി ഡീസൽ, ഇന്നത്തെ ദിവസം എൻ്റെ കുട്ടി ഡീസൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു ഓട്ടോ മാത്രമേ ഉള്ളൂ കുട്ടി ഡീസലായിട്ട്. നല്ല പോസ്റ്റാണ് ഇവിടെ. ഇനിയും ഒരുപാട് ഡ്രൈവർമാർക്ക് പേപ്പർ കാണിക്കാനുണ്ട്. ഈ പേപ്പറിൻ്റെ വർക്ക് ആദ്യം കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വണ്ടി ടെസ്റ്റിന് വേണ്ടി അവർ സമ്മതിക്കത്തുള്ളൂ കാണിക്കാൻ. നമ്മുടെ വണ്ടീൻ്റെ ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പോകുന്നത് സ്റ്റാൻഡിലോട്ട്. സ്റ്റാൻഡിലോട്ട് പോകുന്നതിന് കഴിക്കാൻ നല്ല വിഷം. രാവിലെ വന്ന് നിന്നതാണ് കഴിക്കാൻ പോയി. ആദ്യം തന്നെ എനിക്ക് പേപ്പർ സൈൻ ചെയ്ത് കിട്ടിയായിരുന്നു. യെസ്, അങ്ങനെ നമ്മുടെ ടെസ്റ്റിൻ്റെ പണി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഏകദേശം എനിക്ക് ആയിരിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ടച്ച് ആൻഡ് പോളിഷ് ചെയ്യുന്നതിന് 500 രൂപ, പിന്നെ വാട്ടർ സർവീസ് 400 രൂപ, പിന്നെ എന്തുവാ പാച്ച് വർക്കൊന്നും ഇല്ലായിരുന്നു ഇതിനകത്ത്. ഇത്ര ആയുള്ളൂ. പിന്നെ ടെസ്റ്റ് ഫീസ് ഇതേ ആയുള്ളൂ. എനിക്ക് വലിയ എമൗണ്ട് ഒന്നും എനിക്ക് ഈ വണ്ടിക്ക് ടെസ്റ്റ് വളരെ നീറ്റായിട്ടുള്ളൊരു വണ്ടി തന്നെ ആയതുകൊണ്ട് എനിക്കധികം ഒന്നും ചെയ്യേണ്ട വന്നില്ല. തട്ടിൽ പെയിന്റ് അടിക്കാനുള്ള സാധനത്തിനും ടേപ്പിനും കൂടെ ഏകദേശം ഒരു 200 250 അതൊന്നും തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അതേ ആയിട്ടുള്ള എമൗണ്ട്. പിന്നെ നമ്മുടെ ഒക്ടിമ മോഡൽ ഇപ്പോൾ വണ്ടി അവിടെ നിന്ന് വിളിച്ചു ഫോണിൽ. പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ് കിടക്കുവാണ്. അതിൻ്റെ ടെസ്റ്റാണ്. അത് നാളെ മറ്റന്നാളോ അതിൻ്റെ ടെസ്റ്റ് ഉണ്ട്. അതിന് കുറച്ച് പാച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഇനി കൊണ്ട് എനിക്ക് എഴുത്തുപുരയെ കൊണ്ടുവരണം. വണ്ടി നമ്പർ ഇപ്പം ലെറ്റർ ഇപ്പോൾ ഉരുട്ടി എഴുതണം. പാലപ്പുഴയിലെ വണ്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉരുട്ടി എഴുതണമെന്നുള്ള രീതിയായി. അതായത് നമ്മുടെ വണ്ടി നമ്പർ ഇപ്പോൾ ഉരുട്ടി എഴുതണം. അങ്ങനെ എന്തായാലും ഇനി അടുത്ത വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്.